ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും KV സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് KV ക്ലാസ് 2ൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഘർ എന്ന് പറഞ്ഞിരിക്കുന്ന കവിത ആണ്. അപ്പം നമുക്ക് കവിതയിലേക്ക് പോയാലോ. ഈ കവിതയിൽ ഒരു അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടി തൻ്റെ കുറേ സംശയങ്ങൾ അച്ഛനോട് ചോദിക്കുന്നതും അതിനുള്ള ഉത്തരവും ആണ് കവിതയിൽ ഉള്ളത്. അപ്പം നമുക്ക് കവിതയിലേക്ക് പോയാലോ. പാപ്പ ക്യൂ അച്ഛാ ലഗ്താ ഹേ അപ്നാ പ്യാരാ പ്യാരാ ഘർ घूम घाम ले केल काल ले നഹി ഭൂൽത്താ ലേക്കിൻ ഘർ എന്താണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടി അച്ഛനോട് ചോദിക്കുകയാണ്, പാപ്പ ക്യൂ അച്ഛാ ലഗ്താ ഹേ അപ്നാ പ്യാരാ പ്യാരാ ഘർ. അച്ഛാ, നമ്മുടെ വീടിനോട് നമുക്ക് ഇത്രയും ഇഷ്ടം തോന്നാൻ കാരണം എന്താണ്? घूम घाम ले केल काल ले नहीं भूलता लेकिन ഘർ. നമ്മൾ ദൂരെയുള്ള സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെ പോയാലും കുറേ കറങ്ങിയതിന് ശേഷം ക്ഷീണിക്കുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന ചിന്ത എന്തുകൊണ്ടാണ് അച്ഛാ വരുന്നത്? അതുപോലെ തന്നെ കുറേ നേരം കളിച്ചതിന് ശേഷം ക്ഷീണിക്കുമ്പോൾ ഇനിയും കളിച്ചത് മതി, തിരികെ വീട്ടിലേക്ക് പോകാം എന്ന ചിന്ത എന്തുകൊണ്ടാണ് അച്ഛാ മനസ്സിൽ വരുന്നത്? അപ്പം ഇനി ആ കുട്ടി അച്ഛനോട് അടുത്തതായിട്ട് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് നോക്കിയാലോ. नहीं आपको लगता पापा हे माँ की गोदी सा घर प्यारी प्यारी ममता वाला സുന്ദർ സുന്ദർ ന്യാരാ ഘർ. അപ്പം ഇതിൽ ആ കുട്ടി എന്താ ചോദിച്ചിരിക്കുന്നത്? അച്ഛന് ഈ വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ മടിത്തട്ടിലിരിക്കുന്നത് പോലെ, ഗോദി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മടിത്തട്ട്. അമ്മയുടെ മടിത്തട്ടിൽ ഇരിക്കുന്നത് പോലെ തോന്നിയിട്ടില്ലേ? കാരണം ഞാൻ എപ്പോൾ ഈ വീട്ടിൽ വന്നാലും അമ്മയുടെ മടിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന സേഫ്റ്റിയും സെക്യൂരിറ്റിയും എനിക്ക് ഈ വീട്ടിലും കിട്ടുന്നുണ്ട് എന്ന് കുട്ടി അച്ഛനോട് പറയുകയാണ്. പ്യാരി പ്യാരി മമതാ വാല സുന്ദർ സുന്ദർ ന്യാരാ ഘർ. ന്യാര എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്ക് എന്നാണ് അർത്ഥം. നമ്മുടെ ഈ വീട് മറ്റുള്ള വീടിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നാൻ കാരണം നമ്മുടെ ഈ വീട് നമുക്ക് ഒരു അമ്മയുടെ സ്നേഹം നൽകുന്നത് കൊണ്ടല്ലേ അച്ഛാ? तक कर जब वापस आते हैं कैसे बिच बिच जाता घर खिला पिला ആരാം ദിലാക്കർ നൈ താസകി ദേത്താ ഘർ. കുട്ടി പറയുകയാണ്, തക്കക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണിച്ച്, വീട്ടിൽ നിന്നും വെളിയിൽ പോയിട്ട് ക്ഷീണിച്ച് നമ്മൾ തിരികെ വരുമ്പോൾ നമ്മളെ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുന്നതായിട്ട്, വെൽക്കം ചെയ്യുന്നതായിട്ട് അച്ഛന് തോന്നിയിട്ടില്ലേ? അതുപോലെ മറ്റുള്ള വീടുകൾ പോലെ അല്ലാതെ നമ്മുടെ ഈ സ്വന്തം വീട്ടിൽ വരുമ്പോൾ വിശപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാരവും, ദാഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളവും, ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യവും എല്ലാം നമ്മുടെ ഈ വീട് നമുക്ക് തരുന്നു. അങ്ങനെ ഇതെല്ലാം തന്ന് നമ്മളിൽ ഒരു ഫ്രഷ്നെസ് നിറച്ച്, താസകി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ്നെസ്, ഒരു ഫ്രഷ്നെസ് നിറച്ച് രണ്ടാമത്തെ ദിവസം വെളിയിൽ പോകാൻ തയ്യാറാക്കി നമ്മളെ മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കവിത എഴുതിയിരിക്കുന്നത് ദീപിക രമേശ് എന്ന് പറഞ്ഞിരിക്കുന്ന കവയിത്രി ആണ്. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത പാഠവുമായിട്ട് ഞാൻ വരുന്നിടം വരെ ടേക്ക് കെയർ. ബൈ ബൈ.